Hello friends, welcome back my channel. It's me Farsha Swale. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസിക്ക് അനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുക, കറിവേപ്പില, 3 വലിയ ഉള്ളി കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആട്ടോ നമുക്കിതിൽ ആവശ്യമുള്ളത്. പിന്നെ ഇതിലേക്ക് ചിക്കനാണ് വേണ്ടത്. ഞാൻ ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി ഈസിയാണ്. അതുപോലെ തന്നെ ദോശ, പൊറാട്ട, ഈവൻ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒത്തിരി ടേസ്റ്റാണ് ഈ പെപ്പർ ചിക്കൻ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് ഷോപ്പിൽ നിന്നൊക്കെയാണല്ലോ അല്ലേ ഇത് വാങ്ങി കഴിക്കാറ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കാട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, ഒത്തിരി സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള ബാക്കി മസാല ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഇത് ശരിക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് കേർഡ് ആഡ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഇത് ഗ്രേവി ആയിട്ട് കഴിക്കാനായിരിക്കും കേട്ടോ ഇഷ്ടം. അങ്ങനെയുള്ളവർ ഇത് ഓവർ ഡ്രൈ ആവാതെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിത് ഗ്രേവി ആക്കിയിട്ടല്ല, കുറച്ച് ഡ്രൈ ആക്കിയിട്ട് റോസ്റ്റ് രൂപത്തിലാവുമ്പോഴാട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ ആ ഒരു രൂപത്തിൽ ഇതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓപ്ഷണലാണ്, ഞാനിപ്പോൾ ഇത് ആഡ് ആക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ചിക്കനോടെ ഇട്ടുകൊടുത്തിട്ട് ഇത് വേവാൻ വേണ്ടി വിടാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടോ. എൻ്റേത് ഞാൻ ഡ്രൈ ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.